ഹായ് ഡിയേഴ്സ്. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പുട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ പുട്ടിനോട് ഇത്ര ഇഷ്ടമെന്ന്. പക്ഷെ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് പുട്ട് എന്ന് പറഞ്ഞാൽ ജീവനാണ്. പുട്ടിൻ്റെ കൂടെ നല്ല വെള്ളക്കടലയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതും വറുത്തരച്ചിട്ടുള്ളത്. പിന്നെ ഗ്രീൻ പീസും നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ആ ബ്രൗൺ കളറുള്ള കടല അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. ഒന്നാമത് അത് വേവാൻ ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നാണെങ്കിലോ ഭയങ്കര മഴയുള്ളൊരു ദിവസം. ഇന്നാണെന്നല്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ തന്നെയാണ്. ഒരുപാട് സ്ഥലത്ത് പല വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കറി അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടിയാണ് കേട്ടോ ഉപയോഗിക്കാറ്. എൻ്റെ വീട്ടിലൊക്കെ അമ്മ പുട്ടുപൊടിയല്ല ഉപയോഗിക്കുക. അമ്മ മട്ടേരി ഇല്ലേ, മട്ടേരി വെള്ളത്തിലിട്ടിട്ട് അത് കുതിർന്ന് കഴിയുമ്പോൾ അത് അടിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ പുട്ട് ചുടുക. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പുട്ട്. പക്ഷേ എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. അങ്ങനത്തെ ഒന്നും ചെയ്യാനുള്ളൊരു വശമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പുട്ടുപൊടിയെ എപ്പോഴും വാങ്ങിക്കാറുള്ളൂ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിന്ന് കടലക്കറി വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കണത്. കംപ്ലീറ്റ് ആയിട്ട് വറുത്തരച്ച കറി എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങ കുറച്ച് ഓവറായ പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അത് എടുത്തിട്ട് കടലക്കറിക്ക് അരയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് ഒട്ടും ഇല്ലാത്ത പോലെ, ജാറിലിട്ട് കഴിഞ്ഞാൽ അത് അരയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുട്ടിലേക്ക് ചിരകിയ തേങ്ങയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതും കൂട്ടിയിട്ടാണ് കേട്ടോ അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങ അരച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കണം കേട്ടോ. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല, കറി കുറച്ച് വെള്ളമായ പോലെ എനിക്ക് തോന്നി. ഞാൻ ഒന്നുകൂടി കുറുക്കി എടുത്തു കേട്ടോ പിന്നെ. അപ്പോൾ എല്ലാം ശരിയായി, ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.